പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ഉയർപ്പിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കി നിൽക്കെ ടോൾ നിരക്ക് ഉയർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം. കുതിരാനിൽ അറ്റകുറ്റപ്പണിക്കായി അടച്ച ഒരു തുരങ്കപാത ഇനിയും തുറന്നില്ല. കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ 2 മാസത്തിനിടെ ചത്തടിഞ്ഞത് 10ഓളം കടലാമകൾ. മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവും കടലാമകൾക്ക് വിനയാകുന്നു. വേനൽ കഠിനമായതോടെ വന്യമൃഗങ്ങൾ വെള്ളം തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നു. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ ഉൾവനത്തിൽ കുളങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. ഉയിർപ്പിന്റെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. യേശുക്രിസ്തു കുരിശിലേറി മരണം വരിച്ചതിന്റെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയിൽ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ഉയർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങളും നടന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരങ്ങളും ദേവാലയങ്ങളിൽ ഒരുക്കിയിരുന്നു. തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ വ്യാകുലമാത ബസിലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനും, തൃശൂർ മാർത്താമറിയം വലിയ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് മാർ ഔവിൻ കുര്യാക്കോസും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ ഈസ്റ്റർ ആശംസകൾ നേർന്നു. ഉയർപ്പ് മനുഷ്യന് മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന്, ആരുടെയും മണ്ണിനപ്പുറം ജീവിതമുണ്ടെന്ന് നൽകുന്ന പ്രത്യാശയാണ്. ഈ ഉയർപ്പ് തിരുനാളിലൂടെ നമുക്ക് പുതിയ മനുഷ്യരായി തീരാനായിട്ട്, ക്രിസ്തുവിനെ പുതുതായിട്ട് ധരിക്കുവാനും ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരായി തീരുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ ഈ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുള്ള ഒരു മാർഗം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ, സഹനങ്ങൾ, ത്യാഗങ്ങൾ, അധ്വാനം, ഇതൊക്കെ വലിയൊരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മഹത്വവും വിജയവും സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ള കാര്യത്തെ നല്ല അടിയുറച്ച ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ, അവയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികളുണ്ടാകും, സഹനങ്ങളുണ്ടാകും, പരാജയപ്പെട്ടു എന്നും വരും. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ പരാജയങ്ങളും ദുഃഖങ്ങളും അവസാനമല്ല എന്നാണ്. മണ്ണുത്തി പാലക്കാട് ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങി. നിർമ്മാണം പൂർത്തിയാകും മുൻപേ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തിയതിൽ യാത്രക്കാരുടെ പ്രതിഷേധം ശക്തമാണ്. കുതിരാൻ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് താൽക്കാലികമായി അടച്ച സാഹചര്യത്തിൽ നിരക്ക് ഉയർത്തുന്നത് പരസ്യമായ വെല്ലുവിളിയാണെന്നാണ് യാത്രക്കാരുടെ പരാതി. കുതിരാൻ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് ജനുവരിയിലാണ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അടച്ചിട്ടത്. ഒരു തുരങ്കത്തിലൂടെ മാത്രമാണ് ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. കാർ, ജീപ്പ്, LMV വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 110 രൂപയും ഇരുഭാഗത്തേക്ക് കൂടി 165 രൂപയുമാണ് പുതിയ നിരക്ക്. മിനി ബസ്, ലൈറ്റ് ഗുഡ്സ് വാഹനം എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 170 രൂപയും ഇരുഭാഗത്തേക്ക് 255 രൂപയും നൽകണം. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 350 രൂപയും ഇരുഭാഗത്തേക്ക് 795 രൂപയുമായി നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിക്കരുതെന്ന പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് പുതിയ നിരക്ക് വർധന. കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകൾക്ക് വിനയാകുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 10ഓളം കടലാമകളാണ് ഇവിടെ ചത്ത് കരക്കടിഞ്ഞത്. നവംബർ മുതൽ ഫെബ്രുവരി, മാർച്ച് വരെ ഇവയുടെ പ്രജനനകാലമാണ്. മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ.
ഇതിനായി രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചത്തടിയുന്നത്. ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരക്കടിയുകയാണ്. കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. നമ്മുടെ ഈ നശിപ്പ് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടാണ് ഈ ടാങ്കീസിൻ്റെ ഉള്ളിലും ഇതിനുള്ളിലൊക്കെ പെട്ടിരിക്കുന്നത്. കാരണം 1-2 മാസമായിട്ട് ഈ കണ്ടമാന ആമ ഇവിടെ ചത്തടിയുണ്ട്. ഞങ്ങൾ ഈ രാത്രി 3-3:30-4 മണിക്ക് ഇവിടുന്ന് വഞ്ചിയള്ളിപ്പോവും. നമ്മളിത് കാണൂല. ഇത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ പിള്ളേരുടെ ഉള്ളിൽ ഈ വെക്കാൻ നൂലും മറ്റേ ടാങ്കീസ് എല്ലാം കൂടിയായിട്ട് ഇതിൽ പെടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അന്നത്തെ പണി പോയി. ഇതൊക്കെ ആയിട്ട് ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. മറ്റേ ആമയുടെ പ്രശ്നം കൂടെ ഞങ്ങൾക്കുണ്ട് ബുദ്ധിമുട്ട്. തെങ്ങിന്റെ കൊഴിഞ്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ടാങ്കീസ് ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ച് നടത്തുന്ന കണവപിടുത്തം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് തീരത്തടിഞ്ഞ് കടപ്പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നു. മറ്റ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല. ഒലിവ് റീഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഖലയിൽ കൂടുതലായും കാണുന്നത്. കരയിൽ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി മുട്ടയിട്ട് മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാകാറുള്ളത്. 50 ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക. കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ 100ഓളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഇതേ സ്ഥലത്തു തന്നെയാണ് 2 മാസത്തിനിടെ 10ഓളം കടലാമകൾ ചത്ത് കരക്കടിഞ്ഞതും. TCV ന്യൂസ്, കയ്പമംഗലം. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനത്തിൽ കുളങ്ങൾ നിർമ്മിക്കണമെന്ന് ആവശ്യം. വേനൽ കഠിനമായതോടെ വനമേഖലയിലെ ആനക്കൂട്ടങ്ങൾ ഉൾപ്പെടെ വെള്ളം തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുകയാണ്. വനത്തിനകത്ത് കുളങ്ങൾ നിർമ്മിച്ചാൽ ഇത് തടയാനാകുമെന്നതാണ് പ്രതീക്ഷ. ഉൾക്കാടുകളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്തി കുളങ്ങൾ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ചിമ്മിനി മേഖലയിൽ ജലം തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനത്തിനകത്ത് ഏതാനും ദിവസം മുൻപ് കുളം നിർമ്മിച്ചിരുന്നു. ചിമ്മിനി ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. മണ്ണുത്തി പറവട്ടാനിയിൽ മദ്യലഹരിയിൽ യുവാവ് അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. പറവട്ടാനി സ്വദേശി വെളിയത്ത് വീട്ടിൽ 55 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട പറവട്ടാനി സ്വദേശി ചിറയത്ത് വീട്ടിൽ ജോമോനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിനിടെ ജോമോൻ ഡേവിസിനെ വടികൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡേവിസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശിനി സരസ്വതി, കാൽനട യാത്രക്കാരിയായ ഇരിങ്ങപ്പുറം ശ്രീകൃഷ്ണ ഭവനിൽ ദീപ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 5:30 തൈക്കാട് പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം. കോയമ്പത്തൂരിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പെട്രോൾ തീർന്നതിനെ തുടർന്ന് ബൈക്ക് തള്ളിപ്പോവുകയായിരുന്ന ഭർത്താവിന് പുറകിൽ നടന്നു വരികയായിരുന്നു ദീപ. ഈ സമയം നിയന്ത്രണം വിട്ട കാർ ദീപയെ ഇടിച്ചു തെറിപ്പിച്ച് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ സരസ്വതിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസുകാർക്കിടയിൽ ആത്മഹത്യയേറുന്നു. സേനയിൽ കടുത്ത ജോലിഭാരം. മതിയായ ഉദ്യോഗസ്ഥരില്ലാതെ സ്റ്റേഷനുകൾ. ആലുവ സ്റ്റേഷനിലെ ഗ്രേഡ് SI ജീവനൊടുക്കിയത് ഏതാനും ദിവസം മുമ്പാണ്. കൊടുങ്ങല്ലൂരിൽ എൽത്തുരുത്ത് സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ചത് ഫെബ്രുവരിയിൽ. ഞാറയ്ക്കൽ സ്റ്റേഷനിലെ SIയുടെ ആത്മഹത്യ ഡിസംബറിൽ. തൃശൂർ സിറ്റി കൺട്രോൾ റൂമിലെ ഡ്രൈവർ പെരുമ്പിളിശ്ശേരിയിലെ വീട്ടിൽ ആത്മഹത്യ ചെയ്തതും ഡിസംബറിൽ. കുറ്റ്യാടി സ്റ്റേഷനിലെ സീനിയർ CPO സുധീഷ് ആത്മഹത്യ ചെയ്തത് ഒക്ടോബറിൽ. കളമശ്ശേരി എയർ ക്യാമ്പിലെ ഡ്രൈവർ ജോബിദാസ് കഴിഞ്ഞ ഒക്ടോബറിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ മക്കളോടായി പറഞ്ഞത് ഇങ്ങനെ: നന്നായി പഠിച്ച് പോലീസിലല്ലാതെ ഏതെങ്കിലും ജോലി നേടണം. മാനസിക സമ്മർദ്ദം മൂലം പോലീസിൽ ആത്മഹത്യ ചെയ്യുന്നവർ ഏറിവരികയാണ്. 5 വർഷത്തിനിടയിൽ ഏകദേശം 75 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തെന്നാണ് കണക്കുകൾ പറയുന്നത്. സംസ്ഥാനത്ത് പോലീസ് സേന ജോലി ഭാരത്താൽ വീർപ്പുമുട്ടുകയാണ്. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുക, ക്രമസമാധാനം ഉറപ്പാക്കുക, വാറണ്ട്, സമൻസ്, കോടതി, പട്രോളിംഗ് തുടങ്ങി പോലീസിന്റെ ജോലികൾ അനവധിയാണ്. 24 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താലും വിശ്രമം ലഭിക്കാത്തവരുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാനാവുന്നില്ല. ചിലയിടങ്ങളിൽ മേലുദ്യോഗസ്ഥരുടെ പീഡനവും ആത്മഹത്യകൾക്ക് കാരണമാകുന്നു. ഭൂരിഭാഗം സ്റ്റേഷനുകളിലും ആവശ്യത്തിന് ജീവനക്കാരില്ല. നാടിന് സംരക്ഷകരാവേണ്ട സേനയിലുള്ളവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നതാണ് അവസ്ഥ. സേനയിലെ അച്ചടക്കം മൂലം ഇതൊന്നും പരസ്യമാക്കാൻ പോലീസും തയ്യാറാകുന്നില്ല. TCV തൃശൂർ.
ഒരു വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയപ്പോൾ സൗഹൃദം പങ്കിട്ട പിടിയാനകൾ. പള്ളിക്ക് ബസാർ മോട്ടി എന്ന ആനയും ശ്രീലക്ഷ്മി സാവിത്രിയും ഏറെക്കാലം ഒരേ ഉടമയുടെ കീഴിലായിരുന്നു. ശ്രീലക്ഷ്മി സാവിത്രി പിന്നീട് പുത്രിക്കോവിൽ ക്ഷേത്രത്തിൻ്റെതായി. ഓരോ വർഷവും അരിയന്നൂർ ഹരികന്യക ക്ഷേത്രത്തിൽ ഈ ആനകളെ എഴുന്നള്ളിത്തിനെത്തിക്കാറുണ്ട്. പിടിയാനകളെ മാത്രമേ ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാറുള്ളൂ. ഒരു വർഷത്തിനു ശേഷം വീണ്ടും ഈ പിടിയാനകൾ കണ്ടുമുട്ടിയപ്പോൾ ആനകൾക്കിടയിൽ ഓർത്തിരിക്കുന്ന സൗഹൃദമുണ്ട് എന്നതിന് നേർസാക്ഷ്യമായി മാറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി മാറ്റം ഇന്ന് നടക്കും. ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി വടക്കാഞ്ചേരി പനങ്ങാട്ടുകര പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ഇന്ന് രാത്രി ചുമതല ഏൽക്കും. അത്താഴപൂജ കഴിഞ്ഞാൽ നിലവിലെ മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരി ശ്രീകോവിലിന്റെ താക്കോൽക്കൂട്ടം വെള്ളിക്കുളത്തിൽ നിക്ഷേപിച്ച് ഊരാളന് കൈമാറും. അദ്ദേഹം ഇത് പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കും. പുതിയ മേൽശാന്തി നാളെ മുതൽ 6 മാസക്കാലം ക്ഷേത്രത്തിനകത്ത് തന്നെ താമസിച്ച് പുറപ്പാട് ശാന്തിയായി പൂജാകർമ്മങ്ങൾ നിർവഹിക്കും. മേൽശാന്തി മാറ്റമായതിനാൽ ഇന്ന് രാത്രി വിളക്കെഴുന്നള്ളിപ്പുണ്ടാകില്ല. ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിച്ചുള്ള ഉത്തരവുകൾ ഓർഡർ സോഫ്റ്റ്വെയറിൽ പ്രസിദ്ധീകരിച്ചു. അതത് സ്ഥാപന മേധാവികൾ തങ്ങളുടെ കാര്യാലയത്തിലെ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണം. ഉത്തരവുകൾ ഡൌൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകി സോഫ്റ്റ്വെയറിലെ ഓർഡർ സെർവ്ഡ് സ്റ്റാറ്റസ് ഓപ്ഷനിൽ രേഖപ്പെടുത്തണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ജീവനക്കാർക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരിശീലന ക്ലാസുകൾ മണ്ഡലാടിസ്ഥാനത്തിൽ ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നടത്തും. ഡ്യൂട്ടി ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗസ്ഥർ പ്രസ്തുത ക്ലാസുകളിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയും ഭരണി അന്നദാന യജ്ഞസമിതിയും സംയുക്തമായി നടത്തുന്ന അന്നദാന യജ്ഞത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. മഠത്തിൽ മഠം രവീന്ദ്രനാഥൻ അടികൾ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ഉപദേശക സമിതി ഭാരവാഹികളായ എ വിജയൻ, കെ വി മുരളീധരൻ, അന്നദാന യജ്ഞസമിതി ഭാരവാഹികളായ പ്രൊഫസർ നാരായണൻകുട്ടി, മേജർ ജനറൽ വിവേകാനന്ദൻ, ദേവസ്വം മാനേജർ വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 7 മുതൽ 9 വരെയാണ് തെക്കേ നടയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വേദിയിൽ അന്നദാനം നടത്തുന്നത്. ജയിലിൽ വിചാരണ നേരിടുന്ന സദ്ദാം ഹുസൈൻ, കേണൽ പദവി ലഭിച്ച മോഹൻലാൽ, യേശുദേവന്റെ അന്ത്യ അത്താഴം, ചായ്പൻകുഴിയിലെ ലിജു യേശുദാസ് മരത്തടിയിൽ സൃഷ്ടിച്ച രൂപങ്ങൾ ഏറെ മനോഹരമാണ്. മൃഗങ്ങൾ, പക്ഷികൾ, വിശുദ്ധന്മാർ, അങ്ങനെ നീളുന്നു ഈ 50കാരൻ ശില്പിയുടെ കരവിരുതുകൾ. ചായ്പൻകുഴി പീലാർമൊഴിയിലെ കുന്നിൻപുറത്തെ കൊച്ചു വീടിനരികിൽ കെട്ടിപ്പൊക്കിയ ഏറുമാടത്തിലെ ഏകാന്തതയാണ് ഈ സൃഷ്ടികൾ. ഒല്ലൂർ എടക്കുന്നിയിലെ ആദ്യ വീട്ടിലിരുന്ന് നിർമ്മിച്ചവയാണ് ഏറെ കലാവിസ്മയങ്ങളും. 2 വർഷം മുൻപായിരുന്നു ലിജു ചായ്പൻകുഴി പീലാർമൊഴിയിലെത്തിയത്. 30 വർഷമായി തുടരുന്ന മരത്തടിയിലെ കലാവിരുതുകൾക്ക് ജീവൻ തുടിക്കുന്ന ചാരുതയാണുള്ളത്. ശിഷ്യന്മാരോടൊപ്പം യേശുക്രിസ്തു അന്ത്യ അത്താഴം കഴിക്കുന്ന രംഗം കുമിൾ മരത്തിലാണ് തീർത്തത്. യേശുദേവനും സംഘവും ഭക്ഷിക്കുന്ന പാത്രങ്ങളും മേശയുടെ കാലുകളടക്കം എല്ലാ സാമഗ്രികളും വ്യക്തമാക്കുന്ന ഈ രംഗം പൂർത്തീകരിക്കാൻ മാസങ്ങളെടുത്തു. 7 അടി നീളവും 20 ഇഞ്ച് വീതിയുമുള്ള 2.5 ഇഞ്ച് കനം വരുന്നതാണ് രൂപം. ആവശ്യക്കാർക്ക് രൂപങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചു നൽകും. 100ഓളം ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും നോട്ട് നിരോധനവും GSTയും ഈ മേഖലയെ കരിനിഴൽ വീഴ്ത്തിയതായി ലിജു പറയുന്നു. ഒടുവിലത്തെ അത്താഴം കൂടാതെ കേണൽ മോഹൻലാൽ, സദ്ദാം ഹുസൈൻ, ഒരുപാട് പ്രമുഖരായിട്ടുള്ള കുറേ പേരുണ്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത് ഒടുവിലത്തെ അത്താഴമാണ്. നല്ല രീതിയിൽ അതിനെ ഡീപ്പോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചായപ്പൻകുഴി പള്ളിയോട് ചേർന്നാണ് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനോട് ചേർന്ന് തന്നെയാണ് എൻ്റെ വർക്ക്ഷോപ്പും പണികളൊക്കെ. മക്കളും അമ്മ, വൈഫ്, മക്കളൊക്കെ തന്നെ വലിയ സപ്പോർട്ടാണ്. അവർ മറ്റുള്ള ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ തന്നെ ഫാമിൻ്റെ തിരക്കിൻ്റെ ഒഴിവിലൊക്കെ ഇതിരുന്ന് വർക്ക് ചെയ്യാൻ അവർക്ക് എനിക്ക് വലിയൊരു സപ്പോർട്ട് തരുന്നുണ്ട്. 60 സെന്റ് പുരയിടത്തിൽ കോഴി ഫാമും പച്ചക്കറി കൃഷിയും നടത്താൻ ലിജുവിനൊപ്പം ഭാര്യ ലിജിയും അമ്മ റോസി പൗലോസും സഹായത്തിനുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി.
തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തന്റെ കഥകൾ കഥയില്ലായ്മകൾ എന്ന കഥാസമാഹാരത്തിന്റെ ചർച്ച സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന ചർച്ച ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഷാജു പുതൂർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ എം ഹരിദാസ്, ശ്രീജ നടുവം, പി ആർ കെ ചേനം, ഇ ഡി ഡേവിസ്, രമാ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ജില്ലാ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ അക്കമ്മ മഹാദേവി മഹാമാമാങ്ക സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. പ്രൊഫസർ ഇ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. വനിതാ സമാജം ജില്ലാ പ്രസിഡന്റ് സുമാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത പ്രസന്നൻ, ഇ കെ മണി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഐപ്പുണ്ണി കിണർ കുഴിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷം. വിവിധ ജില്ലകളിലായി ഇതിനോടകം ഐപ്പുണ്ണി കുഴിച്ചത് 600 കിണറുകൾ. താണിക്കൽ വീട്ടിൽ ഐപ്പുണ്ണിക്കിപ്പോൾ വയസ്സ് 77. ഈ പ്രായത്തിലും കിണർ കുഴിക്കാൻ ഐപ്പുണ്ണി തന്നെ വേണമെന്ന ആവശ്യക്കാർ ശഠിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നീരുറവകൾ കണ്ടെത്തുവാനുള്ള കൈപുണ്യവും കരവിരുതുകൊണ്ട് കിണറുകൾക്ക് ലഭിക്കുന്ന ഭംഗിയുമാണ് ഐപ്പുണ്ണിയെ തേടി ആവശ്യക്കാർ എത്തുന്നതിന് ഇടയാക്കുന്നത്. 17 വയസ്സിൽ എൻ്റെ വീട്ടിൽ ഞാൻ മണ്ണ് നിറക്കിറങ്ങിയതാ അപ്പൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അന്ന് തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പുതിയ വളരെ വെച്ചിട്ട് കിണർ ഊറ്റി തുടങ്ങി. അതിനുശേഷം കൊറോണയായിട്ട് 2 കൊല്ലം പോയില്ല. പിന്നെ ഇപ്പോൾ വീണ്ടും ഇറങ്ങി. നമ്മുടെ ആശാൻ്റെ കുട്ടി മോഹനം പറഞ്ഞിട്ട് അപ്പോൾ പേർഷ്യയിൽ പോയി ആയിപ്പുണ്ണിയാണ് എന്നെ കുത്തിയെന്ന് പറഞ്ഞാൽ വീണ്ടും ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പണി തുടങ്ങിയതാണ്. പണിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 1.25 കൊല്ലമൊക്കെ ദിവസം പോകുന്നുള്ളൂ. കൂലിക്ക് മുട്ടും ഒരു 1200-1000 റുപ്യൊക്കെ ഒരു ദിവസം ഇപ്പോൾ കൂലി കിട്ടുന്നുണ്ട്. 17ാമത്തെ വയസ്സിലാണ് അപ്പൻ്റെ സഹായിയായി എത്തി കിണർ കുഴിക്കുന്ന തൊഴിലിലേക്ക് പ്രവേശിക്കുന്നത്. 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പ്രായത്തിന്റെ അവശതകളെ മറികടന്ന് തന്റെ പാരമ്പര്യ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഐപ്പുണ്ണി. ഈ മേഖലയിൽ ഒരുപാട് ശിഷ്യരുണ്ട് ഐപ്പുണ്ണിക്ക്. ആൻഡു, രാഹുൽ, റസിയ, സരോജിനി എന്നിവരാണ് ഇപ്പോഴത്തെ സഹായികൾ. മികച്ച നെൽകർഷകൻ കൂടിയായ ഐപ്പുണ്ണി നീരുറവകൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. TCV എരുമപ്പെട്ടി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ സരസുവിന്റെ റോഡ് ഷോ വടക്കാഞ്ചേരിയിൽ നടന്നു. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. നിയോജക മണ്ഡലം ഇൻചാർജ് ഇ ചന്ദ്രൻ, സംസ്ഥാന കൌൺസിൽ അംഗം PK മണി, കെ ഗിരീഷ് കുമാർ തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയിൽ ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോഷി ആളൂർ, ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. യേശുദേവന്റെ തിരുരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം, CLC അംഗങ്ങൾ ഒരുക്കിയ നൃത്തം എന്നിവയും നടന്നു. കൈക്കാരന്മാരായ CK ജോർജ്, KP ഫ്രിൻഡോ, ബിജോയ് ജോസ്, MP ഫ്രാൻസിസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഈസ്റ്റർ ദിവ്യബലിക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികത്വം വഹിച്ചു. സബ് ഡീക്കൻ ജിജോ തറയിൽ, തിരുനാൾ കൺവീനർ CD ജോസഫ്, ജോയിന്റ് കൺവീനർ ബേബി കാവീട്ടിൽ, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, PV ബാബു, AT ജോസഫ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സ്വർഗത്തിൽ നിന്നിറങ്ങിയതും പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഉയർപ്പ് തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. മാർ തോമസ് ലീഹ പാലയൂരിൽ വന്നിറങ്ങിയ ബോട്ട് കുളത്തിനരികെ ആരംഭിച്ച തിരുകർമ്മങ്ങൾക്കും ആഘോഷമായ ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ ഉയർപ്പ് സന്ദേശം നൽകി. 50 നോമ്പിന്റെ സമാപനം കുറിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഇടവക ട്രസ്റ്റിമാരായ CM ബാബു, പോൾ KJ, സന്തോഷ് TJ, ജോഫി ജോസഫ്, തോമസ് വാഗയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസസ് ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ സഹകാർമ്മികരായി. ഡീക്കൻ ഷെബിൻ സന്ദേശം നൽകി. ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവൽ, ഡെയ്സൺ പഴുനാന, MF വിൻസെന്റ്, ലിൻഡോ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി.
എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചെക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ആളൂർ ലേവി, ചാലശ്ശേരി സതീഷ്, അന്തിക്കാട് വിൻസെന്റ്, ചിറയത്ത് ആൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ഉയിർപ്പ് പ്രഖ്യാപനവും ഉയിർപ്പിന്റെ പ്രത്യേക ശുശ്രൂഷകളും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായി. വികാരി ഫാദർ മാത്യൂസ് കെ ബർസോമ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാൾ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിന്റെയും തിരുനാളിന്റെ ഒരുക്കമായി നിർമ്മിച്ച റീൽസുകളുടെയും പ്രകാശനം നടത്തി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സോഷ്യൽ മീഡിയ പേജിന്റെയും തിരുനാൾ റീൽസുകളുടെയും പ്രകാശനം നിർവഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഷാജൻ ജോസ്, മാനേജിംഗ് ട്രസ്റ്റി വി ജെ ജോഫി, കെ എഫ് ലാൻസൺ, വി സി ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ ഉയിർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ നടന്നു. വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി നേതൃത്വം നൽകി. രാജൻ മാണി കോർ എപ്പിസ്കോപ്പ സന്നിഹിതനായിരുന്നു. ശുശ്രൂഷകൾക്ക് കൈക്കാരൻ സോജൻ കെ ജെ, സെക്രട്ടറി രാജീവ് പി ഡേവിസ്, ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഈസ്റ്റർ ആചരിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രദർ ബ്രിൽവിൻ ഒലക്കേങ്കിൽ ഈസ്റ്റർ ദിന സന്ദേശം പങ്കുവച്ചു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. മുറ്റിച്ചൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. പുത്തൻപേടിക പള്ളി വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ കൺവീനർ കെ എ സിജോ, പബ്ലിസിറ്റി കൺവീനർ എ പി ഡെയ്സൺ, ജോഷി ഡേവിസ്, സി ജെ എഡിസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏപ്രിൽ 6-7 ദിവസങ്ങളിലാണ് തിരുനാൾ. ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ആന്റണി അമ്മുത്താൻ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ പ്രദക്ഷിണവും ഭക്ഷണ വിതരണവും നടന്നു. കൈക്കാരന്മാരായ ജോസ് കൊണ്ടയാരത്ത്, ജോബി കുരുവാനിൽ, വർഗീസ് കടക്കരപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ സംയുക്ത ഊട്ട് തിരുനാളിന് കൊടികയറി. പള്ളി വികാരി ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. സബ് ഡീക്കൻ ജിജോ തറയിൽ, തിരുനാൾ കൺവീനർ സി ഡി ജോസഫ്, ജോയിന്റ് കൺവീനർ ബേബി കാവീട്ടിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 1, 2, 3 തീയതികളിലാണ് തിരുനാൾ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെക്കുംകര മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ നിർവഹിച്ചു. തെക്കുംകര മണ്ഡലം ചെയർമാൻ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം UDF ചെയർമാൻ NA സാബു, നേതാക്കളായ പി രാധാകൃഷ്ണൻ, സെലക്ട് മുഹമ്മദ്, അഡ്വക്കേറ്റ് മനോജ് ചിറ്റരപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര പത്തുകുടി 82-ാം ബൂത്ത് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. UDF ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ജനറൽ കൺവീനർ PM അമീർ ഉദ്ഘാടനം നിർവഹിച്ചു. ബൂത്ത് കൺവീനർ M സുലൈമാൻ അധ്യക്ഷത വഹിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ഉയിർപ്പിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ദേശീയപാത പന്നിങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കി നിൽക്കെ ടോൾ നിരക്ക് ഉയർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം. കുതിരാനിൽ അറ്റകുറ്റപ്പണിക്കായി അടച്ച ഒരു തുരങ്കപാത ഇനിയും തുറന്നില്ല. കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ 2 മാസത്തിനിടെ ചത്തടിഞ്ഞത് 10ഓളം കടലാമകൾ. മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവും കടലാമകൾക്ക് വിനയാകുന്നു. വേനൽ കഠിനമായതോടെ വന്യമൃഗങ്ങൾ വെള്ളം തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നു. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ ഉൾവനത്തിൽ കുളങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.